ഹലോ എക്സാമിനർ ഫാമിലി, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോ എന്തിനാണ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സ്റ്റേ ആയി എന്ന് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഞാൻ കുറേ ചർച്ച ചെയ്ത് നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുമില്ല. ചിലവർക്ക് അതിനെ ചർച്ച ചെയ്ത് സന്തോഷമാണാവുന്നത്. എന്തായാലും ഞാനിപ്പോൾ കുറേ സംസാരിക്കുന്നില്ല, നമ്മളത് ആവശ്യത്തിന് കൂടുതൽ അതിനെപ്പറ്റി സംസാരിച്ചു അല്ലേ. എന്ത് ചെയ്യണമെന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തി, അറ്റ്ലീസ്റ്റ് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വന്നു, അത് പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. എക്സാം നടക്കാം, നടത്താതിരിക്കാം അല്ലേ, നടത്താതിരിക്കാം. എക്സാം നടത്തിയാലും നടത്തില്ലെങ്കിലും നമ്മൾ പഠിച്ചാലുള്ള ഗുണം എന്താണ്? ഒന്ന് പഠിച്ചാൽ എക്സാം നടത്തിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഞാൻ കാണിച്ചു എങ്ങനെ നിങ്ങൾക്ക് ഒരു 120 മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി അതൊന്നും പോട്ടെ, ഒരു മിനിമം 80 മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു സമയം, ഈ ഒരു എന്നാണോ ഡിസിഷൻ വരുന്നത് അതുവരെ നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 80 മാർക്ക് മിനിമം ടോട്ടൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, എക്സ്ട്രാ. നേരെ മറിച്ച് എക്സാം നടന്നില്ല എങ്കിൽ ഓക്കെ, ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് +2 അത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വലിയ സന്തോഷമാകാമല്ലോ. പക്ഷേ നിങ്ങൾ ലൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നിങ്ങളുടെ 2 ദിവസം അല്ലേ, നിങ്ങളുടെ 2 ദിവസം. ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു പനി വന്നാൽ, നല്ലൊരു പനി വന്നാൽ 2 ദിവസം അല്ലേ തന്നെ പോകേണ്ടതാണ്. അപ്പോൾ അത് വലിയ സംഭവമാണോ? അല്ല. അപ്പം ബെസ്റ്റ് സ്ട്രാറ്റജി എക്സാം നടന്നാലും നടന്നില്ലെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ടൈം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഒരു ഗൈഡാണ് നമ്മുടെ ടൈം ടേബിൾ. ഓക്കെ, അപ്പം അതിനങ്ങനെ കണ്ടാൽ മതി. അതിൽ കൂടുതൽ ഭയങ്കര സ്ട്രിക്ട്നെസ് അതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഗൈഡായിട്ട് നിങ്ങൾക്കൊരു ഗൈഡ് ലൈനായിട്ട് ഒരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള ടൈം ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈം ടേബിൾ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ തരും നിങ്ങൾക്ക്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടല്ലോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കും. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും ലിങ്ക് ഉണ്ടാവും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജസ്റ്റ് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെ എന്തുണ്ടാവും? ഇതിൻ്റെ PDF ഉണ്ടാവും. ഓക്കെ, ഇത് മാത്രമല്ല കുറേ സാധനങ്ങളുടെ PDF, ആൻസർ കീസ്, മോഡൽ എക്സാമിൻ്റെ ഒക്കെ PDF ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇടാനും പോകും. എക്സാമൊക്കെ നടക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഇടും. അപ്പോൾ ജസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ജോയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ചാടിക്കയറി വെറുതെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ പഠിക്കാണ്ട് ഈ ദിവസങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് തീർച്ചയായും പഠിക്കണം. പക്ഷേ കുറച്ചും കൂടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ്. അതായത് ഇപ്പോഴും ഓരോ സബ്ജക്റ്റിലും അത്ര ഒരു പിടിയില്ലാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേവ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഓസിലേഷൻസ് ആയിരിക്കും, ചിലപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ആയിരിക്കാം, ചിലപ്പോൾ അതൊന്നല്ല വേറെ എന്തെങ്കിലും ആയിരിക്കാം കേട്ടോ. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ്. അതേപോലെ കെമിസ്ട്രിയിൽ ചിലപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ആയിരിക്കാം, ചിലപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആയിരിക്കാം, ചിലപ്പോൾ അവസാനത്തുള്ള കുറച്ച് ഹൈഡ്രോ കാർബൺസും എല്ലാം ആയിരിക്കാം. അങ്ങനെ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് അത്ര പിടിയില്ലാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ആദ്യം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഫസ്റ്റ് എക്സസൈസ് എന്താണ്? നമ്മുടെ ടഫ് ചാപ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അത് എല്ലാവർക്കും ഉള്ള ടഫ് ചാപ്റ്റേഴ്സ് അല്ല. നിങ്ങൾക്ക് ഏതൊക്കെയാണോ ടഫായിട്ടുള്ള ഫീൽ ചെയ്യുന്നത് ആ ചാപ്റ്റേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു ടേബിളിലാക്കുക. ഓക്കെ, ഫിസിക്സിൻ്റെ ഇന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചാപ്റ്റേഴ്സ് ആക്കുക. ഓക്കെ, ഒരു 4-5 ചാപ്റ്റേഴ്സ് മാക്സിമം, അത്രയ്ക്ക് മതി അല്ലേ. അതിൽ കൂടുതലായി പിന്നെ എല്ലാം ടഫായ പിന്നെ കാര്യമുണ്ടോ? അല്ല, കാര്യമില്ല. അപ്പോൾ ഒരു 4-5 ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ സബ്ജക്റ്റിലും ഐഡൻറ്റിഫൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ബയോളജിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 4-5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് അത്ര പിടിയില്ല, പക്ഷേ നിങ്ങൾ പഠിക്കണം. കാരണം ഫൈനൽ എക്സാമിന് വരും. ഒരു പക്ഷേ ടഫായതുകൊണ്ട് തന്നെ വെയിറ്റേജും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനൊക്കെ എന്താണ് വെയിറ്റേജ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ടേബിളിലാക്കി വെക്കാം. ഇനി ആക്കി വെച്ച് വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, ഭംഗി നോക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ ടൈം ടേബിൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ടൈം ടേബിളിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര വലിയ ടൈം ടേബിൾ എന്നല്ല, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. ഈ വെൻസ്ഡേ മുതൽ സൺഡേ വരെ. അപ്പോൾ വെൻസ്ഡേ രാവിലെ മുതൽ സൺഡേ രാത്രി വരുള്ളൂ. പിന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ഹോപ്പ്ഫുള്ളി നമ്മളൊരു തീരുമാനത്തിലെത്തും. നമ്മുടെ സുപ്രീം കോർട്ടും ഗവൺമെൻറ്റൊക്കെ കൂടെ ഒരു തീരുമാനത്തിലെത്തും. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ 2 കാര്യം മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് നന്നായിട്ട് അറിയുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ നല്ലോണം റിവൈസ് ചെയ്യും. അതേസമയം ഈ ഐഡൻറ്റിഫൈ ചെയ്ത ടഫ് ചാപ്റ്റേഴ്സ് നമുക്ക് റിവൈസ് അല്ലല്ലോ, അവിടെ നമുക്ക് പഠിച്ചെടുക്കേണ്ടി വരില്ല, അതൊന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും. പഠിച്ചെടുക്കും, പിന്നെ റിവിഷനും നടക്കുവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം, ഈ മൊത്തം ഒരു പ്രോസസ്സ് എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ടൈം ടേബിൾ കൊടുത്തത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടാൻ പോകുന്നത് വൺസ് യു ഡൗൺലോഡ് ഫ്രം ടെലിഗ്രാം ഗ്രൂപ്പ്. ഓക്കെ, അത് അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം? ഒന്നുമില്ല, എല്ലാ ദിവസവും ഈ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ 6 മണിക്കൂർ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ പഠിക്കാൻ തോന്നുകയാണ്, 6 പോരാ സർ 8 മണിക്കൂർ പഠിക്കാൻ തോന്നുകയാണ്, അതൊക്കെ ബോണസാണ്. അപ്പോൾ 6 മണിക്കൂർ പഠിക്കാൻ ആർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, വലിയ സമയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ നോക്ക്, 9 to 11 ഒരു സെഷൻ വെക്കുക, രാവിലെ എണീക്കുക, ചില്ല് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, TV കാണോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോൾ
ഒരു 9 to 11 2 മണിക്കൂർ എന്താ അതിനോട് ഇടയിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, വീണ്ടും 20 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു, ഒരു കുഴപ്പമില്ല. 9 to 11 എന്താണ് നിങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, TV കാണുന്നു, ഗെയിം കളിക്കുന്നു, എന്താണെന്ന് ചെയ്യുന്നു. പിന്നെ 2 to 4 2 to 4 PM വീണ്ടും ഒന്നുകൂടി പഠിക്കുന്നു. പിന്നെയും കുറച്ച് ബ്രേക്കൊക്കെ എടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഡിന്നർ കഴിച്ചിട്ട് 7 to 9 ഒരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങുന്നു. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എക്സ്ട്രാ പഠിക്കാം. ബെയർ മിനിമം ഇത് ചെയ്യാം. അതെല്ലാവർക്കും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എക്സാം നടക്കുകയാണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് ആലോചിക്കണം. ഓക്കെ, എക്സാം നടക്കുകയാണെങ്കിൽ ഓൾ ദിസ് വിൽ പേ ഓഫ്. ഈ എഫേർട്ട് പേ ഓഫ് ചെയ്യും. അത് പഠിക്കുന്നവർക്ക് മാത്രമേ പേ ഓഫ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ റെഡി ആയിരിക്കണം. എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ, വെറുതെ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയും 6 മണിക്കൂർ 2 അത്രേ ഉള്ളൂ. 6 മണിക്കൂർ പഠിക്കാൻ എല്ലാവരും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത്? അപ്പോൾ അതും ഞാനൊരു ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ട്, വെറുതെ എന്തെങ്കിലും കാണിക്കേണ്ട. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് നോക്കുക, വെൻസ്ഡേ നാളെ രാവിലെ 9 മണിക്ക് ഫിസിക്സിൻ്റെ 1st to 5th ചാപ്റ്റേഴ്സ് നിങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം 2 മണി to 4 മണി നിങ്ങൾ മാത്സിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ആ ടഫ് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാം. ഓക്കെ, 2 മണിക്കൂർ കൊണ്ട് ഒരു ടഫ് ചാപ്റ്റേഴ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടല്ലോ, അത് പഠിച്ചെടുക്കാം. ഓക്കെ, അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ. ചിലപ്പോൾ PMI ആയിരിക്കും, PMI ടഫ് അല്ലല്ലോ സാർ, സിമ്പിൾ അല്ലേ. കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ആയിരിക്കാം. അത് നിങ്ങൾ ആ സമയം പഠിക്കാം. അതിനുശേഷം വൈകുന്നേരം 7 to 9 മണി വരെ ബയോളജി ഉള്ളവർക്ക് ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആ ചാപ്റ്റേഴ്സ്. ഓക്കെ, ബയോളജിയാണ് 1 to 8, കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങൾക്ക് 1 to 6 ഒക്കെ മതിയാവും. ഞാൻ അതിന് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കിയില്ല, നിങ്ങളുടെ ലോജിക് പ്രകാരം ഉണ്ടാക്കിയാൽ മതി. കമ്പ്യൂട്ടർ സയൻസുകാർ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം. അതെന്താണ് ചെയ്യേണ്ടത്? അത് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ശ്രദ്ധിച്ച് മനസ്സിലാവും, ഉച്ചയ്ക്കാണ് നമ്മൾ ടഫ് ചാപ്റ്റേഴ്സ് പഠിക്കാം. കാരണം എന്താ, അത്രയേ ഉള്ളൂ. രാവിലെ തന്നെ ടഫ് ചാപ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടിവേഷൻ പോകും. രാത്രി അവസാനത്തെ നിങ്ങളുടെ പഠിത്ത സെഷനിലാണ് നിങ്ങൾ ടഫ് ചാപ്റ്റേഴ്സ് പഠിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം പഠിക്കാൻ തോന്നില്ല. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല ടൈം എന്താണ്? ഉച്ചയല്ലേ, അല്ലേ? രാത്രിയൊക്കെ പഠിക്കാൻ പോയാലും പിന്നെ അയ്യോ വേണ്ടായിരുന്നു, ഈ പരിപാടി തന്നെ നിർത്താമെന്ന് തോന്നും. അപ്പോൾ ഉച്ചയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം. കാരണം രാത്രി നിങ്ങൾ വീണ്ടും ഈസി ചാപ്റ്റേഴ്സാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഐഡിയ. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം രാവിലെ 1 to 6 കെമിസ്ട്രി പഠിക്കുന്നു. ഫിസിക്സിന് ടഫ് ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്, എനിക്ക് ടഫായിട്ടുള്ള, വേറെ ആൾക്ക് ടഫായിട്ടുള്ള, നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. വീണ്ടും മാത്സിൻ്റെ നിങ്ങൾ ഈസി ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സംശയം ഇതായിരിക്കും, സാർ ഇപ്പോൾ ഫിസിക്സിന് ചാപ്റ്റേഴ്സ് ടഫ് ചാപ്റ്റേഴ്സ് ഇവിടെ പഠിക്കാൻ പറഞ്ഞു, പക്ഷേ ഇവിടെ 1 to 5 പഠിക്കാൻ പറഞ്ഞു. എനിക്ക് ലെറ്റ്സ് സേ 4th ചാപ്റ്റർ ആയിരുന്നു ടഫ്. അപ്പോൾ ഞാൻ 4th ചാപ്റ്റർ അവിടെ പഠിക്കണോ ഇവിടെ പഠിക്കണോ? നിങ്ങൾ ഇവിടെ പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് ടഫ് ചാപ്റ്റേഴ്സ് സെപ്പറേറ്റ്ലി തരുന്നത്. അപ്പോൾ 1 to 5 ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 4ാമത്തെ ചാപ്റ്റർ ടഫ് ആണെങ്കിൽ നിങ്ങൾ അപ്പം പഠിക്കണ്ട, അപ്പോൾ ഈസി ചാപ്റ്റർ പഠിച്ചാൽ മതി. 1 2 3 5 പഠിക്കാം. ഓക്കെ, 4 സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ആ 4 ഇവിടെ പഠിക്കുക. 4ൻ്റെ കൂടെ ചിലപ്പോൾ 7 ഉണ്ടാവും, ചിലപ്പോൾ 11 ഉണ്ടാവും. ഓക്കെ, അതിവിടെ പഠിക്കുക. അപ്പോൾ ഫിസിക്സിന് ടഫ് ചാപ്റ്റേഴ്സ് അതിന് വേണ്ടി സെഷൻ വെക്കുക. ബാക്കി ഈസി എന്താ നിങ്ങൾ ഇവിടെ പഠിക്കുക. അപ്പോൾ 1 to 5 നിങ്ങൾക്ക് 4th ടഫ് ആണെങ്കിൽ നിങ്ങൾ 1 2 3 5 പഠിക്കുക, ഒരു 6 കൂടി പഠിക്കുക. അപ്പോൾ ഒരു എക്സ്ട്രാ ചാപ്റ്ററും കൂടി പഠിക്കുക. കാരണം നിങ്ങൾ 4 അവിടെ സ്കിപ്പ് ചെയ്തല്ലോ. അത്രയേ ഉള്ളൂ ലോജിക്ക് കേട്ടോ. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്, സാറോ അത് ഇവിടെ കൊടുത്തല്ലോ, സാർ ഇവിടെ കൊടുത്തല്ലോ, അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ കുറേ ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ എല്ലാ ദിവസവും കൂടി പഠിക്കാം, സൺഡേ ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ ഈ ടൈമിൻ്റെ ഇടയിൽ ചിലപ്പം യൂട്യൂബിൽ നമ്മൾ ക്ലാസ് വെക്കും, അതൊക്കെ വെക്കും. അപ്പോൾ നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സാർ ടൈം ടേബിൾ സാർ ഇപ്പോൾ പഠിക്കാൻ കൊടുത്തു, പക്ഷേ യൂട്യൂബിൽ സാർ ക്ലാസ് വെച്ചു, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ യൂട്യൂബിലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, ടൈം നിങ്ങൾ വേറെ ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൽ ലോജിക്ക്. ഓക്കെ, അതിൽ വലിയ കുറേ ആലോചിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഗൈഡ് ലൈനാണ്. ഇതിൽ ടൈമും നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താലുള്ള ഗുണം എന്താണ്? നിങ്ങൾക്ക് ഒരു പ്രഷർ വരും. ഈ ടൈം ടേബിൾ തന്നെ ഞാൻ ഫോളോ ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രഷർ വരും. കാരണം എല്ലാവരും ഫോളോ ചെയ്യാൻ പോകുന്ന ടൈം ടേബിളാണ്. മറ്റേ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് രാവിലെ 9 മണിയല്ല, നിങ്ങൾക്ക് രാവിലെ 7 മണി to 9 മണിയാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഈ ടൈം ടേബിൾ മാറ്റി നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കണം. ഓക്കെ, അപ്പോഴേ പഠിത്തത്തിന് ഒരു സ്ട്രക്ചർ വരുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഇവിടെ ഇത് 7 മണി to 9 മണി ആക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്തോളാം സാറിന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ ഇതല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു നോട്ട്ബുക്കിൽ നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ എഴുതി അത് ഫോളോ ചെയ്യുക. ഓക്കെ, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ എൻ്റെ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റൈലിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ റീഇൻഫോഴ്സ് ചെയ്യണം നിങ്ങളുടെ ബുക്കിൽ. അതിൽ ഭയങ്കര കാര്യമുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. അത് കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം. അത് പറയുന്നത് ഞാൻ വീണ്ടും പൊക്കി പറയല്ല. പക്ഷേ ഞങ്ങളൊക്കെ എന്താണ്, നിങ്ങളുടെ ഫാക്കൽറ്റി എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫാക്കൽറ്റി ഞാനടക്കം, കിരൺ സാർ അടക്കം, പപ്പൻ സാർ അടക്കം ഒക്കെ എന്താണ്, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് IIT-ലും NIT-ലും IIM എന്നൊക്കെ പാസ് ഔട്ട് ആയാണ്. അപ്പം ഇതിൽ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ യു ക്യാൻ ട്രസ്റ്റ് അസ്, ഇതിൽ കാര്യമുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതനുസരിച്ച് പഠിച്ചാൽ അവസാനമാകുമ്പോൾ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും തീരും. അപ്പോൾ ടഫ് ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് അറ്റൻഷൻ കൊടുക്കുകയും ചെയ്യാം ഈ ഉച്ച സമയത്ത്.
ഓക്കെ, അവസാന ദിവസം ഉച്ചയ്ക്ക് ഫുൾ ഡേ എന്നാണ് ഈസി ചാപ്റ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മൺഡേ എക്സാം ഉണ്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നാൽ കുറച്ചും കൂടി നല്ല പ്രോബിലിറ്റി ഉണ്ടാവും വരാൻ. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്താണ് അവസാന ദിവസം ഈസി ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവസാന ദിവസം ടഫ് ചാപ്റ്റേഴ്സ് ഉള്ളിൽ കയറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഈ രീതി പഠിച്ചാൽ ഫുൾ തീരും, നിങ്ങൾ തീർക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും തീർക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത്രയും പഠിച്ചില്ലേ, അത്രയും മാർക്സ് എക്സ്ട്രാ കിട്ടിയില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാവരും മുന്നോട്ട് പോവുക. ഹോപ്പ്ഫുള്ളി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് പറയുക, യൂസ്ഫുൾ ആയി സർ, അല്ലെ ഇത് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിലും പറയുക. ഓക്കെ, കാരണം ഞങ്ങൾക്ക് അതൊക്കെയാണ് വലിയ സന്തോഷം. നിങ്ങൾക്ക് അത് നമ്മളെന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ബെയർ മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ 2-3 ഫ്രണ്ട്സിനെയോ ഈ വീഡിയോ എങ്കിലും ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. നിങ്ങളായിട്ട് സമാധാനിപ്പിച്ചില്ലെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് സമാധാനമായി എന്ന് വരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും പുണ്യം കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവരും നാളെ രാവിലെ മുതൽ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും പഠിച്ച് തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും പഠിക്കാതെ ഇരിക്കരുത്, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾ പഠിത്തം കുറവാണെങ്കിലും കുഴപ്പമില്ല, ഒന്നും പഠിക്കാതെ ഫുൾ ഞാൻ മാറ്റി വെച്ചു എന്ന് ഇരിക്കുക മാത്രം ചെയ്യരുത്. അത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെ അപേക്ഷ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ മുതൽ തുടങ്ങാം. ഓക്കെ, പിന്നെ മെൻറ്റി ക്വിസിൻ്റെ കാര്യങ്ങളൊന്നും മറക്കരുത്. യൂട്യൂബിൽ നടക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം കുറേ ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ മോഡൽ എക്സാമിന് വന്ന് ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫൈനൽ എക്സാം നടക്കുകയാണെങ്കിൽ അതിലും വരും. അപ്പം അത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക, നമുക്ക് അടിപൊളിയാക്കണം. എക്സാമിനർ ഫാമിലി ഒരുമിച്ച് തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ അവസാനം വരെ നിൽക്കും. നമ്മളെല്ലാവർക്കും വിജയം മാത്രമേ വരുള്ളൂ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.